ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ഒമർ ഖാലിദിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് 15 ദിവസത്തെ ജാമ്യം ഉമർ ഖാലിദ് തേടിയിരിക്കുന്നത്. അതിൽ ഒന്ന്, ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാൻ പോകുന്ന തന്റെ മാതാവിനെ സന്ദർശിക്കാനും അവരെ പരിചരിക്കാനുമായാണ് ഈ ജാമ്യം. ഒപ്പം തന്നെ മരിച്ച അമ്മാവന്റെ മരണാനന്തര ക്രിയകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ വിചാരണ കോടതിയിൽ ഈ ആവശ്യങ്ങളുമായി ഉമർ ഖാലിദ് അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിൽ പോലും ഇയാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ന്യായമാണ്. നേരത്തെയും കോടതി ഉമർ ഖാലിദിനും സഹ പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ ഓരോ തവണ ജാമ്യാപേക്ഷ നൽകുമ്പോഴും അതിലെ കാരണങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തിയ ശേഷമാണ് ജാമ്യം അനുവദിക്കുക പതിവ് എന്നുമാണ് വിചാരണ കോടതി വ്യക്തമാക്കിയത്. തുടർന്നായിരുന്നു ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഓരോ സാഹചര്യവും പ്രത്യേകം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും അതിന്റെ മെറിറ്റ് പരിശോധിച്ചാണ് തീരുമാനമെടുക്കുക എന്നുമാണ് കോടതി അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉമർ ഖാലിദ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് CRPC 439, ഒപ്പം തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 483 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസുമാരായ പ്രതിഭ M. സിംഗ്, മധു ജെയിൻ എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. എന്ത് തീരുമാനമായിരിക്കും ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ നിർണായകമാണ്.